ഇതല്ല നിങ്ങൾ ഈ രാവിലെ എല്ലാം ഇതിലെ കൃഷിയെല്ലാം നോക്കി നടക്കുവാണോ? വഴുതനങ്ങയോ ഞങ്ങള് പരിപാടി? മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം ഇതൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം വേറെയാ. ഉദ്ദേശം വേറെയാന്ന് എനിക്ക് തോന്നി. എന്നാ ഉദ്ദേശം? അതാ ഞങ്ങള് നിങ്ങളെല്ലാം വലിച്ചു പൊക്കിക്കൊണ്ട് പോവുക. ചക്ക ഇടുന്നുണ്ട് താഴെ, മരം വെട്ടുന്ന ചേട്ടന്മാര് ചക്ക ഇടുന്നുണ്ട്. അപ്പൊ അതെല്ലാം പോയി നമുക്ക് എടുക്കാവോ നോക്കാം. ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കുറച്ച് വറുത്ത് വെക്കാം. ആണോ? എന്നാ പിന്നെ നിങ്ങൾ മോശമാണ്. നിങ്ങൾ ആ ഒരു ചേട്ടൻ കുറെ പ്രാവശ്യം ചോദിച്ചില്ലേ ചക്ക വറുത്ത് കൊടുക്കാം. ചേട്ടന് കൊടുക്കാനാ. ആണോ? പോയി നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവനെ എടുത്തിട്ടേ ഈ വഴുതനങ്ങ മറ്റേ തീയൽ വെക്കല്ലേ? തീയല് വെക്കാം. എന്നാ പിന്നെ ഒരു തീയലങ്ങ് വെച്ചാലോ? വിളയാനുണ്ടോ? നല്ലപോലെ വലുതാകുന്നതാ. നമ്മളെ കഴിഞ്ഞ ദിവസം പറിച്ചിട്ടേ ഒന്നും ആയില്ലായിരുന്നു, വെറും പിഞ്ചായിരുന്നു. പിച്ചിനും കൂടെ ആകട്ടെ. കുഞ്ഞിനെ കുഞ്ഞി മൂടി നിക്കുന്നേ. എല്ലാത്തിനും വലിച്ചു പൊക്കിക്കൊണ്ട് പോവുക. നോക്കാം. പോട്ടെ. അവരെ ഏത് ഭാഗത്താ ഇടുന്നത്? അവിടെ നടക്കാറുണ്ടോ? റോഡ് സൈഡില്ലേ അവിടെയാ. താഴെ പോണല്ലേ? പോണം. ഇത് ആര് ചുവന്നുകൊണ്ട് വരും? നമുക്ക് പോയി നോക്കാം ആദ്യം സാധനം ഉണ്ടോന്ന്. ഈ കമ്പേ ചവിട്ടല്ലേ? തെന്നി വീഴും. ഉരുളൻ കമ്പേ ചവിട്ടിയ. നമ്മുടെ കണ്ണാപ്പിയാണോ? അതെ, ആ പ്ലാവ കണ്ണാപ്പിയുടെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അവൻ രക്ഷപ്പെട്ടു പോയി. അമ്മയുടെ കാല് നനയാതിരിക്കും. അമ്പടി, എനിക്ക് എന്റെ കാല് നനയുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിത്. ആ സൈസ് ഷൂ ആടാ ഈ തോട്ടത്തിലൊക്കെ പോകുമ്പോ ഇടുന്നത് കേട്ടോ. ഒട്ടും നനയും വരാം. ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വരാന്ന് നോക്കിട്ടേ ഇതാ കിടപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ കൊറേ ചക്ക. ഇവിടുന്ന് വെട്ടിപ്പോയതാ, പക്ഷെ ഇത് കേറിയില്ലെന്ന് തോന്നുന്നു. അവരാ താഴെ വെട്ടുന്നുണ്ട്. ഈ മഴയാണേലും ആ പുള്ളി എല്ലാം കയറി വെട്ടും കേട്ടോ. കാറ്റില്ലാതിരുന്നാ മതി. താഴെ പോയി അവിടുന്ന് എടുക്കാം അല്ലേ? നോക്കാം അവിടെ പോയി. ഇനി പഴുതാക്കളോ എല്ലാം നിറഞ്ഞു കേട്ടോ. ഇവിടെ അതുകൊണ്ട് അങ്ങോട്ട് കാണാൻ നല്ല രസമല്ലേ? ഇതിനകത്ത് മീനൊന്നുമില്ല. അമ്പലത്തിന്റെ കുളം പറയാ, അതിനകത്താ. അമ്പലക്കുളം അതിനകത്താ. നമുക്കേ ഇവരിവിടെ എല്ലാം വെട്ടുമല്ലേ? അവിടെ ഇട്ടത് കിടപ്പുണ്ടല്ലേ? എന്നാ അവിടെ പോയി ഇട്ടത് നോക്കാം. എങ്ങോട്ട് കുഞ്ഞി? മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലേ? കുഞ്ഞൊക്കെ നല്ല റോബോട്ട് വരുന്ന പോലെ വരുന്നുണ്ട്. പെരുമാളിനെ കാണാതെ പോയി തെരഞ്ഞു വന്നാന്ന്. ഇതെന്നാ പൂവാ? ഇത് കണ്ടോ? ഇതെന്നാ പൂവാന്നൊന്നും പറയും. ഇതല്ലേ ഏഴലക്കണ്ണി അല്ലേ? ഏഴലക്കണ്ണി എന്ന് പറഞ്ഞൊരു മരം. ഇത് ഏഴലക്കണ്ണി. 7 ഇലയുണ്ട്, അത് കണ്ടോ? എണ്ണി നോക്കി ആ ഇല എത്ര എണ്ണം? ഒരിടത്ത് 6 ഉള്ളൂ. ഒരെണ്ണം പൊഴിഞ്ഞു പോയതാ. 6 ഉള്ളെങ്കിൽ ഒരെണ്ണം പൊഴിഞ്ഞു പോയതാ. അതാണ് ഏഴലക്കണ്ണി. അപ്പോൾ നമുക്ക് വേണ്ട ചക്ക നമ്മൾ ആ പാവ കിടക്കുന്ന ഇടാന്നും കൊണ്ടാവുന്നത്. ഇവരിവിടെ ഇഷ്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലേ? അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് പഴമുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചക്ക തീരാൻ പോവല്ലേ? തീരും. അപ്പോൾ നമുക്ക് വെട്ടിനി ഏതായാലും ഒരാഴ്ച കൂടി ഇനിയും വെട്ടണം അല്ലേ? അത് വിളഞ്ഞ അതും എടുക്കാം. ഒരു കാര്യം ചെയ്യാം, പഴുത്ത് പോകാതെ അതും കൂടെ എടുത്തേക്കാം. എല്ലാം വറുത്ത് വെക്കാം അല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ വന്ന് ആഞ്ഞിടിച്ച് എടുത്തത് അങ്ങോട്ട് കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിലെ വണ്ടിയും കൊണ്ട് വന്ന് എടുത്തോണ്ട് പോകാം. അങ്ങോട്ട് ഇതിലേ ഇറങ്ങാവോ? ഇതിലേ ഇറങ്ങണ്ട. അവിടെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് പോകും. ഓരോ ചക്ക ആയിട്ടേ ആ വെളിയിലോട്ട് അങ്ങോട്ട് വലിച്ച ഒറ്റ ഏറ് കയറി എന്താ അതിലേ വന്ന് നമുക്ക് വണ്ടിയായിട്ട് വന്ന് എടുത്തോണ്ട് പോവാം. ഒരെണ്ണം എറിഞ്ഞു. കുഞ്ഞി എറിഞ്ഞാ പോവോ? അപ്പുറത്തോട്ട് ഇട്ടോ. നീ കൂടെ പോവല്ലേ? ഇതിനെന്തിനാ ഈ മരം വെട്ടി നിർത്തിയേക്കുന്നതെന്ന് അറിയാവോ? മരം ഉണങ്ങാനായിട്ട്. പെട്ടെന്നെല്ലാം വാരിക്കൊണ്ട് പോരെ. അപ്പൊ ഇപ്പഴേ ഒരു കാര്യം ചെയ്യാം, അതെല്ലാം അവിടെ ഇട്ടില്ലേ? ഇപ്പൊ ഈ പ്ലാവെ കുറച്ചെണ്ണം കിടപ്പുണ്ട്. അമ്മ ഏതായാലും അതും കൂടെ ഇടാനുള്ള പരിപാടിക്ക് എന്നാ അതും കൂടി ഇട്ടേ.
പെറുക്കുവേലേ. ഓ ഇനി നാളെയും പിന്നെയും വരണ്ടേ ഇതിൽ ഇറങ്ങി. ഒരു കാര്യം ചെയ്യാം, എടുത്തുകൊണ്ട് വെക്കാം. എന്നിട്ട് എങ്ങനെയാലും പെറുക്കി തീർക്കാം എല്ലാവർക്കും കൂടെ. ഇന്നാണെങ്കിൽ ഉമ്മാരെ കൂടെ ഉണ്ടല്ലോ, ഉമ്മാരെ കൂടെ കൊണ്ടുകൂടെ പെറുക്കിക്കാം. അത് ഇടണ്ട, ബാക്കിയുള്ളത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് നാളെ ഇടാം. ഇന്നെല്ലാം തീർന്നില്ല, പിന്നെ അതിരുന്ന് പഴുത്തു പോകും. ഒരു കാര്യം ചെയ്ത് ആ കൊണ്ടുപോയി എടുത്തേക്കുന്നത് നമുക്ക് കൊണ്ടുപോയി റെഡിയാക്കാം. മഴയും പെയ്യാൻ തുടങ്ങി, പോയേക്കാം. ഇതിലേ ഇറങ്ങത്തില്ല, അതിലേ അങ്ങ് പോയിട്ടേ വണ്ടിയായിട്ട് വന്ന് വരും. അതിലേ വേണ്ട, അതിലേ ഇറങ്ങാൻ പാടാം, ഇതിലേ തന്നെ പോവാം. മഴ പെയ്യാൻ തുടങ്ങി, മഴ കോട്ടില്ലാത്തവനോട് എല്ലാം ചുവന്നോണ്ട് വാ, പെട്ടെന്ന് പോരെ. വണ്ടിക്കകത്തങ്ങ് അരക്കാക്കിയേക്കല്ലേ, അരക്കാക്കാതെ വല്ലോ. നീയാണത് പിടിച്ചോണ്ടിരിക്കുന്നത്. ഒരെണ്ണം കൂടെ ഉള്ളൂ. നമ്മളെ ചക്കയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഓണത്തിന് വറക്കാനുള്ള ചക്ക റെഡി. അപ്പം എല്ലാവരും കൂടെ ആഞ്ഞു വന്ന് പെട്ടെന്ന് ഉത്സാഹിച്ച് എങ്ങനെയുണ്ടമ്മേ മുറിച്ച് നോക്കിയിട്ട്? ചുള ചെറുതാ, എന്നാലും ചക്ക നല്ലതൊക്കെ അല്ലേ? പക്ഷേ ചുള ചെറുതാണെങ്കിൽ ഒരുക്കി എടുക്കണ ഇച്ചാ പാടായിരിക്കും. അതല്ലേ, സമയമെടുക്കും. വേവിക്കാൻ നല്ല സൂപ്പറൊക്കെ, എന്നാൽ നമുക്ക് വറക്കാതെ വേവിച്ചാലും. നല്ല തണുപ്പുണ്ട് കേട്ടോ, കാറ്റുണ്ട്, മഴയുണ്ട്. എങ്ങനെ ഇരിക്കാൻ ഇപ്പൊ തൽക്കാലം പെട്ടെന്ന് ഇരുന്ന് എങ്ങനെയൊക്കെ എല്ലാം വാരിപ്പെറുക്കി പെട്ടെന്ന് എടുത്ത് നമുക്ക് കരയ്ക്കകത്ത് കയറ്റാം. ഓരോന്നോരോ മുറിച്ചാൽ റെഡിയാക്കി എടുക്കാം. എന്നിട്ടാണ് നേരത്തെ നമ്മളെ കോരത്തോട്ടിലായിരുന്നപ്പോഴേ ഇങ്ങനെ മഴയൊക്കെ ആരുമ്പോഴത്തേക്കിനും മേളിൽ നിന്ന് പ്രകാശേട്ടനും എല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ട് ചക്കയെല്ലാം വേവിച്ച് അവിടെ ചക്ക ഇടുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാരും കൂടെ കൂടും, എല്ലാരും കൂടെ വെട്ടുക, അരിഞ്ഞു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് എല്ലാരും എടുത്തോണ്ട് പോവുക, അല്ലെങ്കിൽ ഒന്നിച്ച് വേവിക്കുക. അതെ, നല്ല രസമായിരുന്നു അല്ലേ? നല്ല രസമായിരുന്നു. ഇവിടെ വന്നപ്പോ വേറെ ആളില്ലല്ലോ, ആരുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. അയ്യ, അത് നല്ല ബക്കറ്റായിരിക്കുന്നു. ഞാൻ അതിന്റെ ഇറക്ക് പറ്റി വെക്കട്ടെ. ബക്കറ്റിന്റെ പുറത്ത് വെച്ച് കേട്ടെ. ആഹാ, ഓ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണോ? ഓ ഇതാകുമ്പം ഈ ബക്കറ്റിന്റെ മേളിൽ വെച്ചിട്ട് അങ്ങ് വെട്ടാം അല്ലേ? അപ്പോൾ അധികം കുനിയണ്ട. സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ ചിലപ്പം കൈ കളയും. അത് കൊള്ളാം. കുഞ്ഞി അവിടെ ഇരുന്ന് ചക്ക തിന്നാൻ മാത്രമാണോ? തണുത്തിട്ട് എന്റെ പുറകെ വന്നിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചക്കച്ചോളം തിന്നുന്നുണ്ട്. അതെ, തണുപ്പ് പോക്കോളൂ. ഓരോന്നോരോന്ന് അങ്ങോട്ട് അരിഞ്ഞ് ഇരിഞ്ഞിരിഞ്ഞ ഇങ്ങനെ ഇരിഞ്ഞെടുത്താ മതി. കണ്ടോ? ഇതാണ് കുഞ്ഞിക്ക് ഇരിയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞേ. ആണോ? അതിന്റെ മണ്ടേ പിടിച്ച് അങ്ങ് ഇരിഞ്ഞാ മതി. അപ്പൊ ഇത് മൊത്തം ഇരിഞ്ഞിട്ട് വേണം മൊത്തം ഫുള്ള് വറക്കാൻ. അതെ അല്ലേ? ഇന്നത്തെ പണിയല്ലേ കുഞ്ഞെ? അതാ പറഞ്ഞു നാളെ വെട്ടാന്ന്. നല്ല ഐഡിയ ആണല്ലോ. അങ്ങനെ നമ്മുടെ പോപ്പി എന്നാണ് ചക്ക അടത്തിയിട്ടുള്ളതെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ആരാ കൂടുതൽ അടത്തുന്നതെന്നുള്ളവർക്ക് അവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. ആണോ? ആഹാ, എന്നാ പിന്നെ അങ്ങോട്ട് കൊടുക്കമ്മേ. അത് അതിന്റെ അകത്തുനിന്നുള്ളത് അടത്തി അങ്ങിട്. ഇവരുടെ പറച്ചിലൊക്കെ കേട്ടപ്പോ വലിയ പണിയാന്ന് ഓർത്ത്. ഇത് ഉമ്മ ഇരിക്കുന്നിടത്തോട്ട് വലിച്ചിട്ടാ മതി. പൊന്നെ, അപ്പൊ ഞങ്ങൾ ഇത്രയും നാള് ചെയ്തതിന് ഒരു വിലയില്ല. ഈ ചക്കയടത്ത് ഇത്രയും വലിയ പണിയാന്നാ ഇവര് പറയുന്നത്. നിങ്ങള് പറയുന്ന കേട്ടോ ഒരുമാതിരി ട്രെയിൻ തള്ളുന്ന പണി പോലാണ്. അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഒന്നും ചെയ്യുമ്പോഴേ വല്യമാരും ഒക്കെ ചെയ്താൽ വിലയില്ല. അല്ല, ഇത് അടത്തിയാ മാത്രം പോരെ, ഇതിന്റെ ബാക്കി പണിയും കൂടെ ചെയ്യണേ കേട്ടോ. അത് നടക്കിയല്ല, ഇതിന് മാത്രമേ ഉള്ളൂ.
കിടത്ത് മാത്രമൊന്നും പോരാ. ഇനി അടത്തണം, ഇത് മുഴുവൻ പെറുക്കി എടുക്കണം, കുരു കളയണം, ചകിടി പെറുക്കണം, കുരു കളയണം, അരിയണം. ഇതെല്ലാം ഒന്ന് ചെയ്ത് കാണിക്കാവോ? ഞാൻ ഇതിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറക്കുന്നതിന്റെ മൂടും പാലും ഒക്കെ കണ്ടിച്ച് കളയണം. ഇത് നമ്മള് ചക്ക പെറുക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞു അല്ലേ? ഞാൻ പെറുക്കുന്ന കാര്യം മാത്രമേ തിന്നുന്ന കാര്യം തിന്നുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടുത്തെ ചക്കയുടെ അവസ്ഥ ഇതാണേ, നമുക്ക് വിശ്വസിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മള് 5 എണ്ണം പറിച്ചോണ്ട് വന്നതിനകത്ത് ഒരു പ്ലാവേലയായിരുന്നു, ഒരു പ്ലാവേല 2 എണ്ണവും, ബാക്കി 3 എണ്ണം ഒരു പ്ലാവേല. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വെട്ടിയപ്പോ 5 സൈസ് ചോള. ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര കട്ടിയുള്ള ചോള, ഇതൊന്നും വറക്കാൻ കൊള്ളത്തില്ല. ഇത് ഒരെണ്ണം പുളിച്ചു പോയി, അത് നല്ല ചൊളയായിരുന്നു, അത് പുളിച്ചു പോയി. പിന്നെ ഒരേ പ്ലാവേല തന്നെ വെട്ടിയിട്ട് ചിലത് കനവുള്ളതും ചിലതിന് ഒട്ടും കനവില്ലാത്തതും, അങ്ങനെ പല സൈസ് ചോളയായി പോയി. ഏതായാലും 4 എണ്ണം വെട്ടിയിട്ട് ഇത്രേ ഉള്ളൂ. കാപ്പി മടുത്തോ? രണ്ടുപേരും 4 ചക്കച്ചോള ഇരിഞ്ഞ് ഒറ്റ പോക്കായിരുന്നേ. എവിടെ ഇത്ര നേരം? ഞാൻ കാപ്പി ഉണ്ടാക്കുമായിരുന്നു. അതെ, 4 മണിക്കൂർ. ചക്കവറക്ക് കഷ്ടപ്പാട് പിടിച്ച പണി. എന്നാന്ന് ചെറിയ ചുള്ളക്കൊക്കെ ആവുമ്പോഴേ ഇത് മുഴുവൻ ഓരോന്നെടുത്ത് കൈ പിടിച്ച് ഒരുക്കി പറിച്ച് കുരുവും കളഞ്ഞ് ഇതേതാ വിക്രമാദിത്യനും വേതാളോ? വിക്രമാദിത്യനും വേതാളോ? അവന്റെ തോളെ കയറി നടക്കും. നിങ്ങൾ ഏതായാലും വെളിയിൽ നിന്ന് ചാടി പെരക്കാതെ കയറിയല്ലേ? മഴ, നല്ല മഴ. ഇത് വെട്ടിയെടുത്ത പണി ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. തണുപ്പത്തിരുന്നു ഇപ്പൊ കിട്ടുന്നുണ്ട്. അല്ലേ, ഭയങ്കര ചക്കവെട്ടാൻ സഹായിക്കുമായിരുന്നു രണ്ടുപേരെ. 2 എണ്ണം ഇരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഇതുവരെ വെളിയിലോട്ട് കണ്ടിട്ടേ. മേടിക്കും കേട്ടോ. കുഞ്ഞി എങ്ങനുണ്ട്? അവര് ചക്കയൊക്കെ വെട്ടുന്നതിന്റെ മണ്ട ഒന്ന് നോക്കി, ഇതെന്നാ മഞ്ഞാന്ന് നോക്കി. ക്ലൈമറ്റ് എങ്ങനുണ്ട്? ആ മരങ്ങൾക്കിടയിൽ കൂടെ എല്ലാം മഞ്ഞ് കയറി വരുന്നേ, നല്ല അടിപൊളിയല്ലേ? അതെ അതെ, ഒരു സബ്സ്ക്രൈബർ കമന്റും ചെയ്തില്ലായിരുന്നു നേരത്തെ, ഓർക്കുന്നുണ്ടോ? മഞ്ഞ് കയറുമ്പോ വീടിന്റെ മണ്ടേന്നുള്ള വ്യൂ എടുക്കണമെന്ന് നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു അല്ലേ? നല്ല അടിപൊളി വ്യൂ ആ. ഇത് വിന്റർ തുടങ്ങിയോ? ഇതിപ്പം വിന്റർ ആണോ സമ്മർ ആണോ മഴക്കാലമാണോ ഒന്നും ഒരു പിടുത്തമില്ല. എന്താണേലും നല്ല അടിപൊളി, നല്ല വൈബാ അല്ലേ? സൂപ്പർ സൂപ്പർ അടിപൊളി സീൻ. ഇതേതായാലും സമയം പോകുമല്ലേ? സമയം പോകും. എന്നാന്ന് വെച്ചാൽ തോമസ് അല്ലേ തുടങ്ങിയത്. 1 മണിയായാലും നമ്മൾ തുടങ്ങിയപ്പോ ചക്കയെല്ലാം പെറുകിക്കൊണ്ടു. കുഞ്ഞനാടാ? അത് കൊള്ളാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നാ കഞ്ഞി കുടിക്കാം അല്ലേ? ഒരു സൈഡിൽ ചക്ക നല്ലപോലെ അങ്ങോട്ട് വറവല് നടക്കട്ടെ, നമുക്കെന്നാ കഞ്ഞിയും കൂടെ കുടിച്ചേക്കാം. അപ്പൊ എന്നാ അടിപൊളി കഞ്ഞി, ഓംലെറ്റ്, പാവയ്ക്കാത്തോരൻ, നല്ല സൂപ്പർ മുളക് ചമ്മന്തി, അടിപൊളി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കഴിക്കാം. കുഞ്ഞിയും അച്ചമ്മച്ചിയും കൂടെ അവിടെ നിന്നിട്ട് അതങ്ങ് വറക്കട്ടെ. നിങ്ങൾ കഴിച്ചാൽ ഞാനിതേതായാലും കോരിയിട്ടേ ഉള്ളൂ. ആണോ? ചക്ക വറുത്തത് കോരിയേക്കാം. കഴിച്ചോണ്ടാ പറയുന്നേ. ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കടിച്ചു നോക്കിയതല്ലേ മൂത്തോ ഇല്ലെന്ന്. അപ്പൊ നമുക്കിനി എല്ലാം കോരി എടുത്തേക്കാല്ലേ? ഇനി ഉണ്ടോ 1-2 ട്രിപ്പ് കൂടി ഇടാം. നമ്മുടെ ചക്ക ചിപ്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, മൊത്തം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം മെനക്കേടായിരുന്നു, എന്നാലും സംഭവം സെറ്റായി. ഓണത്തിനുള്ള ഉപ്പേരി എല്ലാം ഓക്കെ, കിളികിലാന്നുണ്ട് അല്ലേ? ഒരാൾ നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ചേട്ടനുണ്ട്, പുള്ളി കുറച്ച് ചിപ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് നമുക്ക് പുള്ളിക്ക് അയച്ചു കൊടുക്കണം. പുള്ളിക്ക് ഒരു കിലോ ഏലക്കായും വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഏലക്കായും കൂടെ ഇന്ന് ചിപ്സും കൂടി ഇന്ന് അയച്ചേക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് മേടിച്ച് ബാക്കി ഇതങ്ങ് അയച്ചാൽ മതിയല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.